വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മുടെ 46th ക്ലാസ് ആണ് സീരീസിൽ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഇന്ന് മുതൽ എന്താ പറയുക കുറേ സെന്റൻസസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂടുതൽ നമുക്ക് യൂസ് ആവുന്ന കുറേ സെന്റൻസസുകൾ. ഓക്കെ, അപ്പോൾ ഇന്നൊരു 20 സെന്റൻസ് നോക്കാം. അതും വളരെ ഈസി ഉള്ളത് സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഈസിയുള്ള സെന്റൻസുകളായിരിക്കും. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മുമ്പേ പറഞ്ഞു നോക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയണേ ഞാൻ പോകുന്നു. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേരായിട്ട്. ഞാൻ പോവാ എന്ന് പറയില്ലേ, ഞാൻ പോകുന്നു. അപ്പൊ എങ്ങനെയാ? വളരെ സിമ്പിൾ ആണ് അല്ലെ. എങ്ങനെയാ പറയാ? മേ ജാ രഹാ, മേ ജാ രഹാ ഹൂം. മേ ജാ രേ എന്ന് പറയും കേട്ടോ. പക്ഷെ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ ഫോം കഴിഞ്ഞാൽ മേ ജാ രഹാ ഹൂം. മനസ്സിലായോ? അപ്പോൾ ഞാൻ വരുന്നു. ഇപ്പൊ ഞാൻ ഫോണിൽ കൂടെ പറയാം ഞാൻ വരുന്നു എന്ന് പറയുകയാണെങ്കിലോ ഞാൻ വരുന്നു, മേ ആ രഹാ ഹൂം. ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരുമിച്ച് നിൽക്കുന്നു, ഞാൻ പറയുവാണ് ഞാൻ പോവാ, മേ ജാ രഹാ ഹൂം. അപ്പൊ കൂടെയുള്ള ആൾ പറയാ ഞാനും കൂടി വരുന്നു, ഞാനും കൂടി വരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? മേ ബി ആ രഹാ ഹൂം, മേ ബി. അപ്പൊ നമ്മൾ മേ ആ രഹാ ഹൂം എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നു എന്നാണ്. അപ്പൊ മേ ബി ആ രഹാ ഹൂം എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ വരുന്നു. മനസ്സിലായോ? ആ ഒരു ബി മാത്രമേ അതിനകത്ത് വെച്ചുള്ളൂ, പക്ഷെ അതിന്റെ അർത്ഥം എൻ്റെ ഡിഫറെന്റ് ആണ് അല്ലേ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പറയാണ് എനിക്കിപ്പോ പോകണം, എനിക്കിപ്പോ പോകണം. അതെങ്ങനെ പറയാ? ജാ എന്ന് പറയുന്നത് പോകുക എന്നുള്ള അർത്ഥത്തില്ല. അപ്പൊ ജാന, ജാനാ ഹേ, മുജെ അബി ജാനാ ഹേ. അപ്പൊ എനിക്ക് പോകണം എന്നാണെങ്കിൽ മുജെ ജാനാ ഹേ അല്ലെ. എനിക്ക് ഇപ്പോൾ പോകണം, അപ്പൊ അവിടെ അബി വെച്ചു, മുജെ അബി ജാനാ ഹേ. മനസ്സിലായോ? അതുപോലെ തന്നെ ഇനി പറയാണ് എന്റെ കൂടെ വരൂ, നീ എന്റെ കൂടെ വരൂ എന്ന് പറയില്ലേ, എന്റെ കൂടെ വരൂ. എങ്ങനെയാ? മേരെ സാത്ത് ആവോ, മേരെ സാത്ത് ചലോ എന്നും പറയട്ടെ. നമ്മളിപ്പോ ഒരുമിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ വാ പോവാ എന്ന് പറയില്ല, എന്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ മേരെ സാത്ത് ചലോ അങ്ങനെയും പറയാം. മേരെ സാത്ത് ആവോ എന്നും പറയാം, എന്റെ കൂടെ വരും. ഓക്കെ, ഇനി പറയാം നമ്മൾ നീ ഇവിടുന്ന് പോ എന്ന് പറയില്ലേ, ദേഷ്യത്തിലൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് പോ, യഹാസെ ചലേ ജാവോ, യഹാസെ ചലേ ജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും പോകൂ എന്നാണ്. മനസ്സിലായോ? ശരി, ഇനി പറയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞു വരാം. അതെങ്ങനെയാ പറയാ? മേ തോടി ദേർ ബാദ് ആവുക, ആവുങ്കി. മനസ്സിലായോ? മേ തോടി ദേർ ബാദ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞു വരാം. ഓക്കെ, ഇനി പറയാണ് എന്നെ വരാൻ അനുവദിക്കൂ, മുജെ ആനേ ദോ, മുജെ ആനേ ദോ. എന്നെ പോകാൻ അനുവദിക്കൂ, മുജെ ജാനേ ദോ, മുജെ ജാനേ ദോ. മനസ്സിലായോ? അതുപോലെ തന്നെ അവനെ വരാൻ അനുവദിക്കൂ, അവനിങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയില്ലേ നമ്മള്. അവനിങ്ങോട്ട് കടത്തി വിടും പറയില്ലേ. ഉസേ ആനേ ദോ, ഉസേ ആനേ ദോ. മനസ്സിലായോ? ശരി, ഇനി ഞാൻ വീട്ടിലാണ്. എങ്ങനെ പറയാം? ഞാൻ വീട്ടിലാണ്, മേ ഘർ പർ ഹൂം, മേ ഘർ പർ ഹൂം. ഞാൻ വീട്ടിലാണ്. മനസ്സിലായോ? ഇനി എനിക്ക് അങ്ങനെ തോന്നുന്നു. എങ്ങനെ പറയാം? എനിക്ക് അങ്ങനെ തോന്നുന്നു, ഐ തിങ്ക് സോ, മുझे ऐसा लगता है, मुझे ऐसा लगता है. എനിക്ക് അങ്ങനെ തോന്നുന്നു. മനസ്സിലായോ? ശരി, ഇനി പറയാണ് നമ്മളിപ്പോ എന്തെങ്കിലും പ്രശ്നം ഒരു ബാലയോട് സംസാരിക്കും, പറയും നീ പേടിക്കണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട്, മേ ആപ്കെ സാത്ത് ഹൂം, മേ ആപ്കെ സാത്ത് ഹൂം. ഞാൻ നിന്റെ കൂടെയുണ്ട്. മനസ്സിലായോ? ഇനിയിപ്പോ പറയാണ് പുറത്തോട്ട് പോകരുത്. ഈ ഞാൻ പറയുന്ന എല്ലാ സെന്റൻസുകളും ഈ സീരീസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്താ പറയാ അറിയേണ്ടതാണ്. അത്ര സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇനി പോകെ പോകെ നമുക്ക് നല്ല എന്താ പറയാ കുറച്ച് വലിയ സെന്റൻസുകളൊക്കെ ആക്കി എല്ലാം പറയാം കേട്ടോ. ശരി, പുറത്തു പോകരുത്. എങ്ങനെയാ പറയുന്നത്? ബാഹർ മത്ത് ജാവോ. മത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അരുത്. മത്ത് ജാവോ, ബാഹർ മത്ത് ജാവോ. അകത്ത് വരരുത് എന്നാണെങ്കിലോ അന്തർ മത്താവോ, അന്തർ മത്താവോ. മനസ്സിലായോ? ശരി, ഇനി പറയാണ് ഞങ്ങൾ റെഡിയാണ് ഇപ്പൊ എവിടെയെങ്കിലും പോവാനായിട്ട്. ഞങ്ങള് റെഡിയാണ്. എങ്ങനെയാ പറയാ? ഹം തയ്യാർ ഹേ, ഹം തയ്യാർ ഹേ. ഓക്കെ, ഇനി എന്താ? ഇത് നിനക്കാണ്. എങ്ങനെയാ പറയാ? ഇത് നിനക്കാണ്. യേ തുമാരെ ലിയേ ഹേ, യേ ആപ്കെ ലിയേ ഹേ. മനസ്സിലായോ? യേ ആപ്കെ ലിയേ ഹേ, യേ തുമാരെ ലിയേ ഹേ. ഓക്കെ, ഇനി എന്താ? ഇത് വേഗം ചെയ്യൂ, ഇസെ ജൽദി കറോ. ഇത് വേഗം ചെയ്യൂ, ഇസെ
ജൽദി കരോ. ഓക്കെ, ശരി. ഇനി പറയാണ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എങ്ങനെ പറയാം? എനിക്കറിയില്ല. മുझे नहीं पता. मुझे नहीं पता. എനിക്കറിയാമെന്നാണെങ്കിൽ മുझे पता है. मुझे पता है. എനിക്കറിയാം. ഓക്കെ, ശരി. ഇനിയിപ്പോൾ പറയാണ് എന്നെ ഒന്ന് വീട്ടിൽ വിടൂ. മുझे घर छोड़ दो. മുझे घर छोड़ दो എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോടോ എന്ന് പറഞ്ഞാൽ വിടൂ എന്നാണ് അർത്ഥം കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുझे ചോടോ, എന്നെ വിടൂ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്നെ വീട്ടിൽ വിടൂ എന്ന് പറയുമ്പോൾ മുझे घर छोड़ो എന്നാ പറയണേ. നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പറയില്ലേ, അതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും പറയും. കുച്ചിത്തോ ബോലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുച്ചിത്തോ ബോലോ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയും എന്നാണ് അർത്ഥം കേട്ടോ. ശരി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ ബിസിയാണ്, ആരെങ്കിലും നമ്മൾ വിളിക്കുമ്പോൾ ഞാനിപ്പോൾ ബിസിയാണെന്ന് എങ്ങനെ പറയാം? മേ അഭി വ്യസ്ത ഹൂം. ഓക്കെ, ശരി. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാം എനിക്ക് കുറച്ച് സമയം തരൂ, ഒന്ന് ആലോചിക്കട്ടെ. അതെങ്ങനെ പറയാം? മുझे थोड़ा समय दो. മുझे थोड़ा समय दो എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം തരൂ. മുझे सोचने दो എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, മുझे थोड़ा समय दो എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം തരും. ഓക്കെ, അപ്പോൾ ചെറിയ കുറേ സെന്റൻസുകൾ, ഒരു 10-20 സെന്റൻസുകൾ നമ്മളിന്ന് നോക്കി. വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്താ പറയുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംസാരിക്കാത്തവർ ഒരുപാട് പേര് ഇതിലുണ്ടാവും, സംസാരിക്കുന്നവർ ഒരുപാട് പേര് കാണുന്നുണ്ടാവും. പക്ഷെ അവർക്കിത് വളരെ എളുപ്പമാണ്. പക്ഷെ സംസാരിക്കാത്തവർ ഈ ചെറിയ സെന്റൻസുകൾ, സിറ്റുവേഷൻസ് ഉണ്ടാക്കി സ്വയം സംസാരിക്കുക കേട്ടോ. മറ്റുള്ളവരോടുകൂടി സംസാരിക്കാനായിട്ട് അവസരം കിട്ടാത്തവർ സ്വയമായിട്ട് ഈ ചെറിയ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ഇനി ഇവിടുന്നുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ സെന്റൻസുകളായിരിക്കും നോക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക അറിയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. പിന്നെന്താ, എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെന്താ, വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. പിന്നൊരു കാര്യം കൂടി, നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ, കാണുന്നവരുണ്ടെങ്കിൽ, നമ്മളൊരു സീരീസില്ലേ, നമ്മൾ ഈ സീരീസ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് തുടങ്ങി ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ശരി.